ഗുജറാത്തിലെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഈ ഒരു നേച്ചർ പാർക്ക് നിലകൊള്ളുന്നത്. പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുജറാത്തിലേക്ക് അനുജൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അനുജനുമായി ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ഗീർ ഫൗണ്ടേഷന്റെ കീഴിലാണ് ഈ ഒരു നേച്ചർ പാർക്ക് നിലകൊള്ളുന്നത്. എൻട്രൻസ് ഭാഗത്തു നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ നിലകൊള്ളുന്നത്. പോകും വഴികളൊക്കെ ഏറെ മനോഹരമായിട്ടും പച്ചപ്പ് നിറഞ്ഞതായിട്ടും നല്ല ഒരു കാഴ്ച തന്നെയാണ് പോകും വഴികൾ മുഴുവനും ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇരു സൈഡുകളിലും നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ നല്ല അന്തരീക്ഷം. അതിനെ കീറി മുറിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ വാഹനം ടിക്കറ്റ് കൗണ്ടർ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 1/2 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ നിലകൊള്ളുന്നത്. ഇത് ആകമാനം ഒരു 400 ഹെക്ടർ സ്ഥലമാണ് ഉള്ളത്. അതിനുള്ളിലാണ് ഈ ഒരു നേച്ചർ പാർക്ക് നിലകൊള്ളുന്നത്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ. സാധാരണ ഒരു വീക്ക് ഡേ ആയിട്ട് പോലും ഇതാ ധാരാളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഏറെ തിരക്ക് അനുഭവപ്പെടുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. വാഹനം യഥാസ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. ചുറ്റുപാടുമുള്ള ഒരു ആകമാന വീക്ഷണം കൂടി ഞാൻ പകർത്തുവാനുള്ള പരിശ്രമത്തിലാണ് ആയിരുന്നത്. അപ്പോഴേക്കും ധാരാളം വാഹനങ്ങൾ കൊണ്ട് പാർക്കിംഗ് ഏരിയ നിറഞ്ഞിരുന്നു. ഗുജറാത്തിൽ എന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്ന അനുജന് പരമാവധി സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശവും ലക്ഷ്യവും എന്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചാർട്ട് ചെയ്താണ് മുന്നോട്ട് നീങ്ങിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ദിവസങ്ങളിൽ ഒരു ദിവസം ഈ ഒരു ഡൈനോസർ പാർക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിയെയും ഈ ഒരു സബർമതി ഇടവകയിൽ നിന്ന് അധികം അകലത്തല്ലാതെ നിലകൊള്ളുന്ന ഈ ഒരു ഡൈനോസർ പാർക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു പതിവ് രീതി എനിക്ക് ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ഇപ്പോൾ ഉള്ളത്. ഒത്തിരിയേറെ മോഡിഫിക്കേഷൻ ഇതിനോടകം അവർ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഡൈനോസറുകളെ കുറിച്ചുള്ള നല്ല വിവരണങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ഫ്ലക്സ് അടിച്ചും അല്ലാതെയും ഒക്കെ ഓരോ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഗുജറാത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ടൂറിസം വകുപ്പ് ഒത്തിരിയേറെ വളർച്ചയുടെ പാതയിൽ മുന്നിട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഒരു നേച്ചർ പാർക്ക് പോലും സൂചിപ്പിക്കുന്നത്. പണ്ട് ഈ ഒരു ഭാഗത്തേക്ക് അധികം ആൾക്കാരൊന്നും എത്തിച്ചേരാറില്ലായിരുന്നു. പാർക്കിംഗ് ഏരിയ പോലും ഇത്രമാത്രം വലിപ്പത്തിലുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രം കടന്നു വരുന്ന രീതി. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ടൂറിസം വകുപ്പ് ഈ ഒരു 400 ഹെക്ടർ നിലകൊള്ളുന്ന മനോഹരമായ ഈ ഡൈനോസർ പാർക്ക് നല്ല ഒരു ആംബിയൻസോട് കൂടി ധാരാളം ആളുകൾ കടന്നു വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത് മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. ഡൈനോസർ പാർക്ക് തന്നെയായിട്ട് ഒരു സെക്ഷൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഒരു സെക്ഷനാണ് അനുജനുമൊപ്പം ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും ഏത് കാലഘട്ടത്തിലുള്ള ഡൈനോസർ ആണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ജീവിത കാലഘട്ടം എത്രമാത്രം ഉണ്ട് എന്നതിനെ പറ്റിയുള്ള നല്ല നല്ല വിവരണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നല്ല മോടിയോടുകൂടി ഫലകം പോലെ വച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു ടൂറിസ്റ്റിനും വളരെ വ്യക്തമായ രീതിയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഡൈനോസർ ആണ് ഇത് എന്നും അതിനെ പറ്റിയുള്ള ലഘു വിവരണങ്ങളൊക്കെ ഈ ഫലകത്തിൽ നിന്നും നമുക്ക് വായിച്ചറിയുവാനായിട്ട് പറ്റും. ഏത് ദേശത്തു നിന്നുള്ളവർക്ക് പോലും വായിച്ചെടുക്കുവാൻ പറ്റാവുന്ന രീതിയിൽ നല്ല ഇംഗ്ലീഷ് ഭാഷയിലാണ് അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഭൂമി മുഴുവൻ അടക്കി വാണിരുന്ന ഡൈനോസർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മൃഗം എങ്ങനെയാണ് ഇത്രമാത്രം വ്യാപ്തിയിൽ ഉണ്ടായിരുന്നത് എന്നും എങ്ങനെയാണ് ഇത് നാമവിശേഷമായിട്ട് മാറിയത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ല വിവരണങ്ങൾ ഈ ഒരു ഡൈനോസർ പാർക്ക് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾ ഇന്ന് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പാർക്കിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആർക്കും നല്ല രീതിയിൽ സമയം ചെലവഴിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ല ഒരു അന്തരീക്ഷം
ഈ ഒരു സ്ഥലത്തിനുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടദിവസങ്ങളിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് കുട്ടികളും മാതാപിതാക്കളും ഒക്കെയായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം ഗുജറാത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും ഈ ഡൈനോസർ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള നല്ല അറിവ് നേടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഓരോ സ്കൂളുകളിൽ നിന്നും ഗവൺമെന്റ് പ്രത്യേകമായിട്ടുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് ചാർട്ട് ചെയ്ത് ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ട അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം സ്കൂളുകളിൽ നിന്ന് ധാരാളം കുട്ടികള് ഈ ഒരു സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഠനത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ഒരുക്കുന്നതിനും അത് മാത്രമല്ല നല്ല അറിവുകൾ സമ്പാദിക്കുന്നതിനും ഈ ഒരു ഡൈനോസർ പാർക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ക്ലാസ് റൂമുകളിൽ മാത്രമായിട്ട് അറിവിന്റെ മേഖലകൾ ഒതുങ്ങി നിന്നെങ്കിൽ ഇന്ന് ഗുജറാത്ത് സർക്കാർ പോലും വേറിട്ട ചിന്തകളോടുകൂടി പുറമെ ഇതുപോലെയുള്ള ഡൈനോസർ പാർക്കുകളിൽ കൊണ്ടുപോയി അറിവിന്റെ വ്യത്യസ്തമായ മേഖലകൾ തുറന്നിടുകയാണ് സർക്കാർ തലത്തിൽ പോലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള നേരിട്ടുള്ള അറിവുകൾ സ്വന്തമാക്കുവാൻ ആധുനിക കാലഘട്ടത്തിലെ ഓരോ കുട്ടികൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. ക്ലാസ് മുറികളിൽ മാത്രമല്ല അറിവിന്റെ വ്യാപ്തി അടങ്ങിയിരിക്കുന്നത് എന്നും പുറമെ വിശാലമായ സ്ഥലങ്ങളിലൂടെ ഇതിന്റെ വലിയൊരു വ്യാപ്തിയിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം സർക്കാർ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ ലഭിച്ചിരിക്കുന്ന ഫോസിലുകളെ കുറിച്ചുള്ള അറിവുകളാണ്. അറിവുകളുടെ വലിയൊരു ഭണ്ഡാരം തന്നെ ഈ ഒരു നേച്ചർ പാർക്കിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു നേച്ചർ പാർക്കിൽ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിക്കും, അതും വലിപ്പ ചെറുപ്പമില്ലാതെ സ്കൂൾ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവർക്ക് വരെ എന്തെങ്കിലും രീതിയിലുള്ള നല്ല ഒരു അറിവ് സ്വന്തമായിട്ട് വേണം ഈ ഒരു നേച്ചർ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇതിന്റെ സംവിധാനങ്ങളെല്ലാം ഇതിന്റെ അധികാരികൾ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത വലുപ്പത്തിലും വ്യത്യസ്ത അറിവുകളോടുകൂടി ഇവിടെ നൽകിയിരിക്കുന്ന ഓരോ ഡൈനോസറിന്റെ ഡെമോയും ഈ ഒരു അറിവിന്റെ ഭണ്ഡാരം തന്നെയാണ് തുറന്നു വയ്ക്കുന്നത്. ഡൈനോസർ കാലഘട്ടങ്ങളിലേക്ക് ഒരു സഞ്ചാരം തന്നെയാണ് ഈ ഒരു നേച്ചർ പാർക്കിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ ഓരോരുത്തർക്കും ലഭ്യമാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. തുച്ഛമായ നിരക്കിൽ വലിയ അറിവുകൾ സ്വന്തമാക്കി പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കും. 30 രൂപ നിരക്കിലാണ് ഇങ്ങോട്ടുള്ള പ്രവേശനം അവർ അനുവദിക്കുന്നത്. അതും രാവിലെ 8 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ യഥേഷ്ടം ഈ ഒരു പാർക്കിൽ ചെലവഴിക്കുവാൻ സാധിക്കും. മരങ്ങൾ ധാരാളമായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 400 ഹെക്ടർ സ്ഥലത്താണ് ഈ ഒരു നേച്ചർ പാർക്ക് തന്നെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് വിശാലമായ വലിയൊരു പാർക്ക്, അതിനുള്ള യഥേഷ്ടം വിശ്രമിക്കുവാൻ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഇരിപ്പിടങ്ങളും സംവിധാനങ്ങളും. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പം വരുന്നവർക്കും സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്ന അധ്യാപകർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഒരു ആംബിയൻസ് ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു നേച്ചർ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം ചെലവഴിക്കേണ്ടവർക്ക് അതിന് പറ്റിയ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം പോലും ഇവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ ഒരു ഡൈനോസർ പാർക്ക് മാത്രമല്ല, നമുക്ക് സസ്യലലാദികളെ കുറിച്ച് അറിവ് നേടണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു വിഭാഗം കൂടി മറുവശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഏറെ ഞങ്ങൾ രണ്ടുപേർക്കും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ഡൈനോസർ പാർക്ക് ഞങ്ങൾ കയറി കാണുകയായിരുന്നു. മറ്റു പല സ്ഥലങ്ങളും ഞങ്ങൾക്ക് സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കാണപ്പെടുന്ന ഏതാനും കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നല്ല അറിവിന്റെ മേഖലയിലൂടെ സഞ്ചരിച്ചാണ് ഞാനും അനുജനും ഒക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചില്ലിനുള്ളിലൂടെയാണ് ഈ ഒരു വീഡിയോ മുഴുവനും ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. പുറമെ നോക്കുന്നവർക്ക് വെറുതെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നു എന്ന ചിന്ത മാത്രമേ കാണുകയുള്ളൂ. നൂറ്റാണ്ടുകൾ പുറകോട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ്, ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ്
ഈ ഡൈനോസർ കാലഘട്ടത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ അയവിറക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കാണപ്പെടുന്ന ഓരോ ഫോസിലുകളും ഏത് കാലഘട്ടത്തിലാണ്, അതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്, എവിടെ നിന്നാണ് ഇത് ലഭിച്ചത് എന്നതിനെ പറ്റിയുള്ള നല്ല നല്ല അറിവുകൾ നേടിക്കൊണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് ചരിത്രത്തിൽ നിന്ന് ഒത്തിരിയേറെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചരിത്രപരമായി ഒത്തിരിയേറെ അറിവുകൾ നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഈ ഒരു നേച്ചർ പാർക്കിലേക്ക് കടന്നു വരുവാൻ. അറിവിന്റെ നല്ലൊരു മേഖല ഇതിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ദിവസത്തിന്റെ ഏതു സമയത്ത് വന്നു കഴിഞ്ഞാൽ പോലും നല്ല ഒരു അന്തരീക്ഷമാണ് ഈ ഒരു കാടിനുള്ളിൽ നമുക്ക് ലഭ്യമാകുന്നത്. വനനിബിഡമായ പ്രദേശമാണ് എവിടെ നോക്കിയാലും കാണുവാൻ സാധിക്കുന്നത്. അത് ഏതു സമയത്തും നല്ല തണൽ നമുക്ക് പകർന്നു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ വെറുതെ നമുക്ക് ഇരുന്ന് സമയം ചെലവഴിക്കുവാൻ പോലും നമുക്ക് ഈ ഒരു പാർക്കിനുള്ളിൽ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ തുച്ഛമായ ഒരു തുക മുടക്കിയാണ് ഈ ഒരു പാർക്കിനുള്ളിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യതമാകുന്നത്. അതുകൊണ്ട് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് പോലും യഥേഷ്ടം ഇതിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഇതിനുള്ളിൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല റെസ്റ്റോറന്റും ഇതിനുള്ളിൽ നമുക്ക് സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാ ഇതിന്റെ മറ്റൊരു പ്രത്യേകത. തിങ്കളാഴ്ച മാത്രമാണ് അവധിയായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച ദിവസം അവധി കൊടുക്കുവാനുള്ള പ്രധാന കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അനുജൻ ഗുജറാത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലങ്ങളിലൂടെയുമുള്ള യാത്രയിലാണ് ഞങ്ങളായിരുന്നത്. ഏകദേശം 10 ദിവസം ദൈർഘ്യത്തിലാണ് അനുജൻ എത്തിച്ചേർന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ള ഉദ്ദേശവും എനിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡൈനോസർ പാർക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും അനുജനെ സംബന്ധിച്ചോളം നല്ല ഒരു അനുഭവം, നല്ല ഒരു അറിവും ലഭിക്കുവാൻ ഇടവന്നു എന്നുള്ളതാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്. ഞാൻ ഗുജറാത്തിൽ എത്തിച്ചേർന്ന ആരംഭഘട്ടങ്ങളിലൊക്കെ പല പ്രാവശ്യം ഈ ഒരു ഡൈനോസർ പാർക്ക് കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നെങ്കിൽ പോലും ആധുനിക രീതിയിൽ മോഡിഫിക്കേഷനോടുകൂടി ഇപ്പോഴാണ് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ട ഈ ഒരു ഡൈനോസർ പാർക്കിൽ നിന്ന് ഒത്തിരിയേറെ മനോഹരമായ രീതിയിൽ ടൂറിസം വകുപ്പ് മോടി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.